അടുക്കളയില്ലാത്ത വീട് എന്തായിരിക്കും ആ ഒരു കൺസെപ്റ്റിനോടുള്ള ഒരു പ്രതികരണം? അടുക്കളയില്ലാത്ത വീട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു 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 ഹാബിറ്റായിട്ടുണ്ട്. രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുക. രാവിലെ ദോശ, ഇഡ്ഡലി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ലഞ്ച് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഫാമിലി ആണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് അവർ എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ്, പിന്നെ ലഞ്ച്. അതിന് ശേഷം ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് ഇനി വീട്ടമ്മയാണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും ഫുഡ്, അതിന് ശേഷം രാത്രിയിലത്തേക്കുള്ള ഒരു ഫുഡ്. എന്ന് വെച്ചാൽ 24 hours ഒരു വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അടുക്കള എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റം, ആ ഒരു അടുക്കള എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രമുള്ള, അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ മാത്രം ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു മൂഡ് തോന്നി, എനിക്കിപ്പോൾ എന്നിട്ട് 3 മണിക്ക് തോന്നി വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അടുക്കള എന്ന് പറയുന്ന സിസ്റ്റത്തിനിടയ്ക്ക് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് ഓരോരുത്തരുടെ മൈൻഡാന്ന് തോന്നുന്നു. പലപ്പോഴും അടുക്കള എന്ന് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷൻ, നമ്മുടെ ടെൻഷൻ മാറുന്ന ഒരു ഇടമായിട്ട് ഉപയോഗിക്കുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വരണമെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ പ്രവൃത്തിനെ മാറ്റിവിടാം. മൈൻഡ് അവിടെ തന്നെയുണ്ട്, നമ്മൾ വേറെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഫോക്കസ് മൊത്തം അതിലോട്ട് പോകും. ഈ സമയം നമ്മൾ മറ്റു പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ചിന്തകൾ, ഏറ്റവും ഉയർന്ന ചിന്തകൾ ചിന്തിക്കുന്ന എവിടെ ഇരുന്ന ഒരു മനുഷ്യൻ? അല്ല, ബാത്റൂമിൽ ഇരുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ ഏറ്റവും കാര്യം എടുക്കുന്നത്. കാരണം വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു പ്ലേസാണ്, നമുക്ക് ഡിസ്റ്റർബൻസിൽ വേറെ ഒന്നുമില്ല. അതുപോലത്തെ സ്ഥലമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. അടുക്കള വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ വീട് വേണോ വേണ്ടെന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഡെയിലി ഹാബിറ്റായിട്ട് ഈ ഒരു അടുക്കള ഒരാളുടെ പാർട്ടായിട്ട് വരുമ്പോൾ അവർ കൂടുതലായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് എൻ്റെ അടുക്കള ലീവാണ്. ഇന്ന് നമുക്ക് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്കുള്ള അടുക്കള ലീവാണ്, ഇനി ഒന്നും ഇവിടെ ഇല്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ ആതിരേനെ സ്നേഹിക്കുന്നു. ഓക്കെ, ഞാൻ ആതിരേനെ സ്നേഹിക്കുന്നത് എങ്ങനെ എനിക്ക് ആതിരേനെ കാണിക്കാൻ പറ്റാം ഒരു വീടിൻ്റെ അകത്ത്? ഇപ്പം എൻ്റെ ഒരു പാർട്ണർ ഞാൻ എങ്ങനെ കാണിക്കാം ആ വ്യക്തിയുടെ അടുത്ത്? പലപ്പോഴും നമ്മൾ വീടുകൾ കണ്ടിട്ടുണ്ടല്ലേ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഡോപാമിൻ ക്രിയേറ്റ് ചെയ്യുക, സന്തോഷിപ്പിക്കുക. ചിലപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നത്. ഇപ്പോൾ ആതിരാണെങ്കിൽ അതിലൊരു പാർട്ണറിന് ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വന്നാലും അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ചെയ്ത് കൊടുക്കുന്നത്. അതിനൊരു സർവൻറ്റിനെ നിർത്തുകയോ, ആ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ മറ്റൊരാളെ നിർത്തുകയോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊരു കണക്ഷൻ എന്താ? ഞാൻ പറഞ്ഞ് ചെയ്യണം നിർബന്ധമല്ല പറയുന്നത്, ഒരു കണക്ഷൻ എന്താ അതിൻ്റെ അകത്ത്? ഒരു കണക്ഷനും സംഭവിക്കില്ല. അപ്പം മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. സെക്ഷുവാലിറ്റി ആവാം, മറ്റെന്ത് കാര്യം വേണമെങ്കിലാവാം. അപ്പോൾ ഈ അടുക്കള എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ആ മറ്റൊരു വ്യക്തിയോടുള്ള അറ്റാച്ച്മെൻറ്റ്, സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഒരു പക്ഷേ അളക്കാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണ് അടുക്കളയിൽ നിന്ന് വരുന്ന ഭക്ഷണം. പണ്ടത്തെ അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇഷ്യൂ ഉണ്ടോ അടുക്കളയിൽ അറിയാൻ പറ്റും നമുക്ക്. പാത്രം തട്ടുക, മുട്ട പൊട്ടിക്കുക, അടുക്കളയിലെ പാത്രങ്ങളായിരിക്കും ഇവരുടെ ശത്രുക്കൾ. പിന്നെ ഈ അടുത്ത് വൈറലായൊരു ചിത്രമായിരുന്നു, ഈ UP സ്കൂളിൻ്റെ ആണെന്ന് തോന്നുന്നു, മലയാള പാഠപുസ്തകത്തിന് അതിൽ ഒരു അടുക്കള, അതിനകത്തില് അച്ഛൻ, അമ്മ, മക്കള്, ഇവർ 4 പേരും വർക്ക് എടുക്കുകയാണ്. അതിനകത്ത് അച്ഛൻ തേങ്ങ ചിരകുന്നു, അമ്മ എന്തോ ഫുഡ് ഉണ്ടാക്കുന്നു, മക്കൾ അവിടുന്ന് എന്താ സംസാരിക്കുക, അവർ എന്തൊക്കെയോ ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റം ഓഫ് അടുക്കള എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു എൻജോയ്മെന്റ്, അതൊരു വലിയ നല്ല ഫീലിംഗ് ആണ്. ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു സ്ട്രെസ് റിലീഫാണ്. എന്ത് സാധനം ഉണ്ടെങ്കിലും ഇത്രയും പേര് ഒരുമിച്ചുണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാൾ ഒറ്റപ്പെട്ട ഒരു അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ കാര്യം പറയട്ടെ, എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാനുള്ള സ്കില്ലില്ല. സ്കില്ല് എങ്ങനെ ഉണ്ടാക്കുന്നത്? ആ ജോലി നമ്മൾ വീണ്ടും 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 ചെയ്തിട്ടാണ് സ്കില്ല് ഉണ്ടാക്കുന്നത്. പക്ഷേ ചില ആളുകൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് എനിക്കൊരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ കണ്ടിന്യൂ 2, 3, 4 മണിക്കൂർ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് എഴുതിയിട്ട് നടക്കണം, പിന്നെ എനിക്ക് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യണം, എനിക്ക് ഈ ജോലിയോടൊപ്പം വേറൊരു കാര്യം ചെയ്യണം. എനിക്ക് അറ്റ് എ ടൈം 3, 4 കാര്യങ്ങൾ എൻ്റെ തലക്കൂടെ ഓടിച്ചാൽ മാത്രമേ ഞാൻ ഓക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താൽ ഒരു 2 പാർട്ട്നേഴ്സ്, അതിൽ ഒരാൾക്ക് കുക്ക് ചെയ്യാൻ അറിയാം, മറ്റാൾക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. ആ ആൾ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യണം, കുക്കിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ സ്ട്രെസ്. കുക്കിംഗ് പഠിക്കൊന്നുമല്ല, ഇപ്പോൾ ഒരാൾ അവിടെ നിൽക്കുകയാണ്, അവർക്ക് കുക്ക് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ, രാവിലെ ഉച്ചയ്ക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്.
എനിക്കത് ഞാൻ ചെയ്യുന്ന സമയത്ത് വേറെ ആളെ വേണം, ആ ഒരു ഡിപ്പെൻഡൻസി ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് സത്യത്തിൽ. നമ്മുടെയൊക്കെ വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ അമ്മമാരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കുക്കിങ്ങിലേക്ക് കടക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം അവർ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ. പക്ഷെ അവരെന്ന് പറയുന്നത് ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, എക്സ്ട്രാ ഓർഡിനറി. ഇവരുടെ ഈ ഒരു സ്വന്തമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിന് ശേഷം അല്ലാണ്ട് ഈ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ കുറേ കഴിയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാവും. ഈ നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല, വെറുതെ നിന്ന് സംസാരിച്ചാൽ മതിയായിരിക്കും. പല സിനിമകളിലൂടെ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഇവർ വിവാഹിതരായ ആ ഒരു സിനിമയിനകത്തിലൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ കൂടുതലായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പെറ്റ്സിനെ വാങ്ങിച്ച് വളർത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. നമുക്കിതൊന്നും കണ്ടിന്യൂ ലൈഫിലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാവരും ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് എടുത്ത് അവർ ഒരാൾ സംസാരിക്കുന്ന ഒരാൾ സംസാരിക്കാത്ത ആളായിരിക്കാം. ആ ഒരാൾക്ക് സംസാരിക്കാതെ ഇരിക്കുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്, മറ്റാൾക്ക് സംസാരിക്കുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചില ആളുകൾക്ക് ഇങ്ങനെ വെറുതെ അടക്കളില്ല, അവൻ ചിന്തിക്കുന്നത് എന്താ, ഭർത്താവ് ചിന്തിക്കുന്നത് വെറുതെ പോയി അടുക്കളയിൽ പോയി വായ നോക്കിയിട്ട് എന്ത് കാര്യമുണ്ട്, ആ സമയത്ത് അപ്പുറം പോയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്. നമ്മൾ ഇതിനകത്ത് വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കല്യാണത്തിന് മുൻപേ നമ്മൾ സംസാരിച്ച് തിരിച്ചറിയേണ്ട കാര്യമാണ്, മനസ്സിലായോ? അതല്ലാതെ ഈ പാചകം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അത് എന്തിനാ ശരിക്കും ചെയ്യുന്നത്? പാചകം പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ പലപ്പോഴും ആൺകുട്ടികളെയാണ് ഇപ്പോൾ പഠിപ്പിക്കാതെ വിടുന്നത്, പെൺകുട്ടികളാണ് പലപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ചെറുപ്പത്തിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായി പാചകം പഠിപ്പിക്കണം. ഇതിന്റെ ഒരു ബേസിക് തിയറി എന്ന് പറഞ്ഞാൽ ഇത് സ്കില്ലല്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പാചകം. നമ്മൾ സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയോ നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയോ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും പാചകം പഠിച്ച് പാചകം ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ശരിക്കും പാചകം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നാളത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നാളെ ഒരിക്കലും നമുക്ക് ഒറ്റപ്പെട്ടു പോയി, ആ അച്ഛനമ്മയും മരിച്ചു പോയി, ഈ പറഞ്ഞ ആൺകുട്ടി ഒറ്റപ്പെട്ടു പോയി, അവനും അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇത്തിരി കഞ്ഞിവെള്ളം തരും, എനിക്ക് ഇത്തിരി ഭക്ഷണം തരുമോ, ഇതല്ല പാചകം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരിക്കലും മറ്റൊരാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന കൺസെപ്റ്റ് ഒന്നല്ല അത്. എനിക്കും ഞാൻ വെക്കുന്നുണ്ട്, കൂട്ടത്തിൽ മറ്റൊരാൾക്കും കൂടി ഞാൻ കൊടുക്കാം എന്ന് പറയുന്ന സാധനം. പാചകം ചെയ്യുമ്പോൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യണം, മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ള തിങ്കിങ് വരുമ്പോഴാണ് പാചകം വലിയൊരു ഭാരമായിട്ട് മാറുന്നത്. ഞാൻ എൻ്റെ ചിന്തയായിട്ടോ പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ നാളെ ഒരിക്കലും എവിടെയെങ്കിലും പെട്ടുപോവുകയോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ഏതെങ്കിലും കാടിൻ്റെ അകത്ത് അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൈ കിട്ടുന്ന പച്ചക്കറി വെച്ചിട്ട് വായിക്ക് തിന്നാൻ പറ്റുന്ന എന്തുണ്ടാക്കാൻ പറ്റുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. പാചകം ആക്ച്വലി ക്രിയേറ്റിവിറ്റിയാണ്. എല്ലാ മസാലകളും എല്ലാം ഉപ്പും വെളിച്ചെണ്ണയും ഉപ്പെല്ലാം കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് അതെ ആ സാധനം നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി, ഉദാഹരണം ഹിമാചലോ കാശ്മീരോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെ നമ്മൾ ട്രക്കിങ്ങിന് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടുപോകും. അപ്പം നമുക്ക് ആകെ കിട്ടുന്നത് ചിലപ്പോൾ പച്ച ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ തിന്നേണ്ടി വരും, ഉപ്പിൽ മുക്കി പച്ച സവാള നമ്മൾ തിന്നേണ്ടി വരും, ചിലപ്പോൾ ഉള്ളി കടിച്ചു വെച്ച് തിന്നേണ്ടി വരും, വെണ്ടയ്ക്ക പച്ച വെണ്ടയ്ക്ക, മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് തിന്നേണ്ടി വരും. അപ്പം നമുക്കിത് എങ്ങനെ തിന്നാം? അപ്പം ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ജീവൻ നിലനിർത്തുക, അത്രയേ ഉള്ളൂ പാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിപ്പോൾ ബിസിനസ്സായി, അതിപ്പോൾ വീടിൻ്റെ അകത്ത് മറ്റു പല കാര്യങ്ങളായിട്ട് കൺവേർട്ടായെന്ന് മാത്രമേ ഉള്ളൂ.